സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ഫോൺ കൊടുക്കത്തില്ല. ഹലോ, നമസ്കാരം. ജാനേക്കാട് പോലീസ് സ്റ്റേഷൻ. എവിടെ സ്ഥലം? എവിടെ? ഓക്കെ ഓക്കെ, ഞങ്ങളിപ്പോൾ എത്താം. നിങ്ങളാരെ ഹലോ ഹലോ ജോർജ് സാറേ. എന്താടോ? ഓക്കെ സാർ, അങ്ങനെ ചെയ്യാം. ഞങ്ങളതാ ഇറങ്ങി. ശരി സാർ. എന്തിനാടോ ഗണ്ണൊക്കെ? ഈ കേട്ടില്ല സാർ, ഇരിക്കട്ടെ. സാറേ വിളിക്കുന്നു. ഇവിടെ ഞാൻ റേഞ്ച് കിട്ടത്തില്ല സാറേ. ഹലോ, നീ എവിടെയാ? ചേട്ടാ, 2 ചായ, 1 സ്ട്രോങ്. സോറി ബ്രോ, സോറി. സ്റ്റീഫേട്ടാ, ഞാൻ പറഞ്ഞത് മനസ്സിലായി? അല്പം ധൃതിയുണ്ടടാ, പെട്ടെന്ന് പോണം. എൻ്റെ സ്റ്റീഫേട്ടാ, ഞാൻ അവിടെ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്പോട്ടിലേ മതിൽ കിട്ടും. അതെനിക്ക് കണ്ണൂരായാലും തൃശ്ശൂരായാലൊക്കെ ഒരുപോലെ തന്നെ. വേണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ ഈ പറഞ്ഞ വോയിസ് അങ്ങോട്ട് ഫോർവേഡ് ചെയ്തോ, കുഴപ്പമില്ലെന്ന്. ബാക്കി ഞാൻ നോക്കിക്കോളാം. ഞാനിപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ കുഴപ്പമൊക്കെ പറ്റിയെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ എൻ്റെ ഒരു വോയിസ് അങ്ങോട്ട് ഫോർവേഡ് ചെയ്തിട്ട് എന്ത് പുലിവാല ഞാൻ പിടിച്ചോളാന്ന് പറഞ്ഞില്ലേ? എന്തേ? ഇത് ഞങ്ങൾ ഓർഡർ ചെയ്ത ചായ. സോറി ബ്രോ. ബ്രോ കുടിച്ചോ. നീ കുടിച്ച ബാക്കി നിന്റെ അപ്പന് കൊടുക്കടാ. എന്റെ പൊന്നു ചേട്ടന്മാരെ, ദയവ് ഇത് പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. ഇതിനു മുമ്പ് കട പൂട്ടിച്ചിട്ട് പോലീസിന്റെ കൈയും കാലും പിടിച്ചിട്ട് രണ്ടാമത് കട തുറന്നേ. ആ പറഞ്ഞത് കാര്യം. ചേട്ടൻ ഇപ്പൊ ഈ പറഞ്ഞത് മര്യാദ. പക്ഷെ ഈ മര്യാദ ഇവന് കുറവാട്ട.
അവിടെ നിന്നാ മതി. കൊച്ചു പയ്യൻ ഇത്ര കാലം ജീവിച്ചിരിക്കേണ്ടവൻ. ഇവനൊക്കെ എൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു സാറേ. വെറുതെ മനുഷ്യന്. ആ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണും. പാവം. അവിടെ നിന്നാ മതി. അന്വേഷിച്ചു വരുമ്പോ പറഞ്ഞാൽ തീരാത്ത എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. ആ സാർ, ഞങ്ങളുടെ സ്പോട്ടിലുണ്ട് സാർ. ജാനകിക്കാട് കണ്ടിട്ട് സൂയിസൈഡ് തന്നെയാണ് സാർ. അതെ സാർ, കുഴപ്പമില്ല സാർ. ഇല്ല സാർ, വേണമെന്നില്ല. ഇവിടെ പവിത്രനും ഫൈസലും അനീഫൊക്കെ ഉണ്ട്. ബോഡി ഇപ്പൊ തന്നെ താഴെ ഇറക്കും. ആംബുലൻസ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ വരും. CS സാർ. അതെ. അനീഫേ, ബോഡി ഇറക്ക്. ആ മോനെ. ഹലോ പപ്പ, ആ നേരത്തെ വിളിച്ചായിരുന്നല്ലേ? ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. അതേടാ വിളിച്ചിരുന്നു. അതാ എടുക്കാൻ പറ്റായിരുന്നത്. അത് സാരമല്ലടാ, നിനക്ക് ഒരുപാട് പഠിക്കാനൊക്കെ ഉള്ളതല്ലേ. പപ്പ ഇപ്പൊ എവിടെയാ? ഞാൻ ഡ്യൂട്ടിയിലാടാ. എവിടാ ഡ്യൂട്ടി? ഒരു സുഹൃത്തിന് കാവൽ നിൽക്കുന്നു. സുഹൃത്തോ? അതേടാ. നീ ഫുഡ് കഴിച്ചോടാ? ആ പപ്പ, കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രണ്ട്സ് ആയിട്ട് ഇപ്പൊ പുറത്തു വന്നിരിക്കും. ആ, എക്സാമിന്റെ പ്രിപ്പറേഷനൊക്കെ നടക്കണില്ലടാ? നടക്കുന്നുണ്ട് പപ്പ. കമ്പൈൻ സ്റ്റഡി ആയിരുന്നു. ഇപ്പോഴൊന്ന് പുറത്തേക്ക് വന്നു. പപ്പ പപ്പ ഞാൻ വിളിക്കാവേ, എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്. അതാ. ഡേടാ വക്കലടാ. അവൻ കട്ട് കളഞ്ഞല്ലോ. ഇപ്പോഴത്തെ പിള്ളേരല്ലേ സാറേ. അവനോട് സംസാരിച്ച് എനിക്ക് മതിയാവില്ലടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് അവനെ. തനിക്കറിയാമല്ലോ പവിത്ര, അവൻ 5 വയസ്സുള്ളപ്പോൾ അവൻ്റെ അമ്മ മരിച്ചതാ. പിന്നെ അച്ഛനും അമ്മയൊക്കെ ഞാൻ തന്നെയായിരുന്നു. അമ്മയില്ലാത്തതിൻ്റെ കുറവ് അവന് ഫീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഞാൻ അവനൊരു കുറവും വരുത്തിയിട്ടില്ല. സാറേ, ഞാൻ എപ്പോഴും ചോദിക്കണമെന്ന് ആലോചിക്കും. സാർ ആ സമയത്ത് ചെറുപ്പമല്ലായിരുന്നോ? ഒന്നുകൂടെ ഒരു കല്യാണം കഴിക്കാത്തെന്താ? എനിക്കൊരു ഭാര്യ അല്ലടോ വേണ്ടിയിരുന്നത്, അവനൊരു അമ്മയാണ് വേണ്ടത്. ഞാൻ ഇതുവരെ അവനെ കണ്ടിട്ടില്ല കേട്ടോ സാറേ. അവൻ്റെ പേരെന്താ? റോബിൻ. മിടുക്കനാണ് അവൻ. എന്തോ സാറേ അത് മിടുക്കനല്ലായിരിക്കും. സാറിൻ്റെ സാറേ മോൻ. സാറേ, അവൻ മെഡിസിനല്ലേ പഠിക്കുന്നത്? അതെ, 3rd ഇയർ. ആഹാ. അവന്റെ പഠനാവശ്യത്തിന് വേണ്ടിയിട്ടല്ലോ ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങിയത്. ഇനി അധികം വൈകാതെ അവൻ എൻ്റെ മുമ്പിൽ ഒരു ഡോക്ടറായിട്ട് വന്ന് നിൽക്കും. അതെൻ്റെ ഒരു സ്വപ്നം. പിന്നെ പവിത്ര, നമുക്ക് നമ്മുടെ മക്കളോട് സ്നേഹവും ആത്മാർത്ഥവും ഉണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് എന്നും അവരൊപ്പം നിൽക്കും. എൻ്റെ അനുഭവമാടോ. സാർ ഇക്കാര്യത്തിൽ ഭയങ്കര ഭാഗ്യമാണ് സാറേ. എൻ്റെ പെണ്ണുപിള്ളാരൊന്നും പറയണ്ട സാറേ. നമ്മളൊരു ഡ്യൂട്ടിയിൽ ബിസി ആയിട്ടിരിക്കുമ്പോൾ ഭാര്യ ഇടയ്ക്ക് വിളിക്കും. ഞാൻ 1-2 പറഞ്ഞാൽ കട്ട് ചെയ്യും. സാറേ, നാട്ടുകാർക്ക് മാത്രമല്ല വീട്ടുകാർക്കും പോലീസുകാരെ മനസ്സിലാകത്തില്ല. പിന്നെ എൻ്റെ മോൻ്റെ കാര്യമാണെങ്കിലോ, അവൻ എന്നെ ഭയങ്കര പേടിയാണ്. അമ്മയാണെങ്കിൽ ഭയങ്കര ഇഷ്ടവും. അവൻ അമ്മയെ സ്നേഹിക്കട്ടോ. അമ്മയുടെ സ്നേഹത്തിന് പകരം ഒന്നും ആവില്ലല്ലോ പവിത്ര. നമ്മളൊരു സാധാരണ മനുഷ്യരാ. രാഷ്ട്രീയക്കാർക്കും ചാനലുകാർക്കും കുതിര കയറാൻ നമ്മൾ. എന്തെങ്കിലും ഒരു സങ്കടം വന്നാൽ നമുക്കൊന്ന് കരയാൻ പറ്റുമോ? നമ്മളൊക്കെ പോലീസുകാരായി പോയില്ലേ? 10-24 കൊല്ലായിടോ ഞാൻ ലൈഫിൽ ഒറ്റക്കായിട്ട്. കൂട്ടിന് ആരും ഇല്ലാത്തവനൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതുള്ളപ്പോൾ ആർക്കും മനസ്സിലാവില്ല പവിത്ര. സാറേ, ഞാൻ ആംബുലൻസിനൊന്ന് വിളിക്കട്ടെ? ഒന്ന് വിളിച്ചോട്ടെ. അവന്മാരെ ഇറക്കിക്കൊണ്ട് പാടോ. ആ കോറി കേസിന്റെ ടീം വന്നിരുന്നു സാർ.
സാർ നല്ല ഉറക്കാണല്ലോ. സാർ ഇന്നലത്തെ ഹാങ്ങിങ് കേസ് ഉണ്ടായിരുന്നില്ലേ, അതിന്റെ ഇൻക്വസ്റ്റും മേഴ്സറുമായിട്ട് ഫുൾ രാത്രി ഉറക്കൊഴിഞ്ഞിരുന്നു. എൻ്റെ ക്ഷീണത്തിൽ കിടന്ന് ഉറങ്ങുക. വിളിക്കണോ സാറേ? വേണ്ട സാർ ഇതാണ് എൻ്റെ റിപ്പോർട്ട്. ഓക്കെ. ബോഡി ജനറൽ ഹോസ്പിറ്റലല്ലേ? അതെ. സേ സാർ എന്താ മൂഡ്? സ്ഥിരമുള്ള തന്നെ ചെല്ലും. കയറി നോക്കട്ടെ. ഡോണ്ട് വറി, വി വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. അതിപ്പോ എന്റെ പരിധിയിലല്ലേ, ഐ ക്യാൻ മാനേജ് ഇറ്റ്. ഓക്കെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ബെന്നി ഇപ്പോ യൂണിഫോമിലൊന്നും കാണാറില്ലല്ലോ. ഇങ്ങനെയുള്ളമാരെ പക്കുമ്പോൾ യൂണിഫോമിൽ പോയി നടക്കും സാറേ. ആ, എന്തായി പോയ കാര്യം? അവന്മാരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, അവരെ വിളിക്കേ. സജി ഇങ്ങോട്ട് വാടാ. അങ്ങോട്ട് കയറി കടാ. താഴ്ത്തടാ, മീശ താഴ്ത്തടാ. സാറേ, ഇവന്മാരുടെ കയ്യിൽ കഞ്ചാവും MDMA സ്റ്റാമ്പും ഉണ്ട്. കോർട്ടിൽ ഹാജരാക്കണം. സാർ ഉച്ചയാകുമ്പോഴേക്കും ഹാജരാക്കാം. എടോ, എല്ലാ മീഡിയക്കാരെയും വിളിച്ച് ന്യൂസ് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. ഇവന്മാരുടെ മുഖം എല്ലാവരും ഒന്ന് കാണട്ടെ. സാറേ, ഇവന്മാരെ 3 വരെ ഇന്നലെ ഞങ്ങൾ രാത്രി തന്നെ ബുക്ക് ചെയ്താ. പക്ഷേ അങ്ങോട്ട് മാറി ഇവനാ പ്രധാന കണ്ണി. ഇവനാ രാത്രി മുഴുവൻ ടൗണിലിട്ട് കറക്കി ഇവൻ. ആഹാ, ഇവൻ ഇത്രയ്ക്കും എടുക്കനാണോ? എങ്കിലൊന്ന് വിശദമായിട്ട് പരിചയപ്പെടണമല്ലോ ഇവനെ. ബെന്നി, ഇവനോട് നിൽക്കട്ടെ, ബാക്കിയുള്ളവരെ ലോക്കപ്പ് ചെയ്യും. ഇങ്ങോട്ട് നടക്കടാ. നടക്ക. മാറ്റണം നിന്റെ മുടി. കഴിഞ്ഞ 8 മാസമായിട്ട് ഇവിടുത്തെ സ്കൂളിലും കോളേജിലൊക്കെ ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്ന മെയിൻ കണ്ണി ഇവനാ സാറേ. സാറേ ഹാങ്ങിങ് കേസിന്റെ നിനക്ക് എത്ര വയസ്സായടാ? 20. അപ്പൊ മൈനർ അല്ല. അവന്മാരുടെ കയ്യിലുണ്ടായിരുന്നത് കഞ്ചാവ് മാത്രമാണ്. ഇവന്റെ കയ്യിൽ നിന്നാണ് ഈ MDMA സ്റ്റാമ്പും ഒക്കെ കിട്ടിയത്. അപ്പൊ അവന്മാര് ലോക്കലും ഇവൻ ഹൈടെക്കുമാണ്. നീ എന്ത് ചെയ്യുന്നടാ? പഠിക്കുവാണോ അതോ ഈ കച്ചവടം മാത്രമേ ഉള്ളോ? പഠിക്കുക സാറേ. എന്താ പഠിക്കുന്നത്? അവൻ ബിസിനസ് പഠിക്കല്ല സാറേ. ഞാൻ മെഡിസിൻ പഠിക്കുക. ആഹാ, ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ഡ്രഗ് ഡീൽ നടത്തുന്നു അല്ലേ? യു നോ ഇറ്റ് ഈസ് ഹാംഫുൾ. എന്നിട്ട് നീ ഏത് ഇയറാടാ നീ? 3rd year. എന്താ തന്റെ പേര്? റോബിൻ. എന്ത്? നീ ആ ജോർജ് സാറിന്റെ മകനാണോ? പറ്റുപോയി സാറേ. സാറേ, ഇത് നമ്മുടെ ജോർജ് സാറിന്റെ മോനോ? സാറേ, പുള്ളി ഇത് അറിയണ്ട. സാർ, പപ്പ എന്നെ കൊന്നുകളയും സാറേ. സാർ പ്ലീസ്. കൊല്ലട്ടാടാ നിന്നെ. സാറേ ഒന്ന് പറ. നിന്നെ കൊല്ലട്ടെ. നിന്നെ പോലുള്ളവർ ചാകുന്നത് തന്നെയാ നല്ലത്. നീയൊക്കെ പുറത്തു വന്നാല് നിന്നെ കൊണ്ട് ഈ സൊസൈറ്റിക്ക് ദോഷം മാത്രമേ ഉണ്ടാവൂ. നീയൊക്കെ ചത്താൽ അത്രയും ദുരിതം തീരും. സാറേ, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല സാറേ. പറ്റിപ്പോയോ സാറേ? ഞാൻ ആവർത്തിക്കുന്നില്ല സാറേ. ബെന്നി, FIR പെട്ടെന്ന് റെഡിയാക്ക്. റിമാൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളും വേഗം നോക്ക്. അങ്ങനെ ഇറങ്ങുള്ള അവസ്ഥ എന്താണെന്നറിയാം. പപ്പ ഇതറിയല്ലേ സാറേ? പ്ലീസ് സാറേ ഒന്ന് പറ സാറേ. പ്ലീസ് സാറേ. പറ്റിപ്പോയി സാറേ. ഒരു തവണ ചെയ്തപ്പോ കുറച്ച് കാശ് കിട്ടി, അതുകൊണ്ട് ചെയ്തു പോയതാ സാറേ. പ്ലീസ് സാറേ. നിനക്ക് എന്ത് കാര്യത്തിനാ കാശിൽ ഇത്ര ബുദ്ധിമുട്ട്? എന്ത് കുറവാ അയാൾ വരുത്തിയിട്ടുള്ളത് ഇതുവരെ?
സർ ഇന്നലെ രാത്രി മുഴുവനും ജോർജ് സാർ ഇവനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു ഇവൻ. എന്നിട്ട് നീ ആ, ഇനിയിപ്പോ സാറ് റിയാലിറ്റി ആയിട്ട് പൊരുത്തപ്പെട്ടോളൂ. എടാ ഈ CI സാർ ഞാനൊക്കെ ജോർജ് സാറിനെ സാറേ എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടികൾ സിൻസിയറിറ്റി സത്യസന്ധതയും കൊണ്ടാ. മികച്ച സേവനത്തിനുള്ള ഗോൾഡ് മെഡൽ നേടിയ ആ മനുഷ്യന്റെ പേര് നീ കളയിലോടാ. ഞാൻ പെട്ടുപോയതാ സാർ. പെട്ടുപോയതോ? നീ ഒരു പോലീസ് ഓഫീസറുടെ മകനാ, ഒരു മെഡിക്കൽ സ്റ്റുഡന്റും. ചെയ്യുന്ന ക്രൈമിന്റെ ഗൗരവം നിനക്ക് ശരിക്കും അറിയാം. അതിനർത്ഥം നീ പെട്ടതല്ല, യു ആർ എ ക്രിമിനൽ. സാർ ഒന്ന് ജീവിതകാലം മുഴുവനും ഇവനകത്ത് തന്നെ കിടക്കട്ടെ. സാറേ സാർ നമ്മുടെ ജോർജ് സാറിന്റെ മുന്നിൽ സാർ ഒന്ന് കണ്ണടച്ചാലോ? താൻ എന്തുവാണ് ഈ പറയുന്നത്? തന്നെയൊക്കെ ആരാ പോലീസ് എടുത്ത്? ഇതാണോ താൻ പഠിച്ച നിയമം? FIR ഇട്ട് കോടതി ഹാജരാക്കണോ? സാറേ കേസ് രജിസ്റ്റർ കഴിഞ്ഞ പിന്നെ ഇവന്റെ ഭാവി സാറേ. ഇവൻ ഇനി തെറ്റൊന്നും ചെയ്യില്ലായിരിക്കും സാർ. സാർ ഇവനെ നമ്മൾ ജയിലിലോട്ട് വിട്ടാ നാളെ ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നതിൽ ഒരു അർത്ഥം ഉണ്ടാവില്ല സാർ. ദേ പവിത്ര, ഈ വക സെന്റിമെന്റ്സ് ഒന്നും പോലീസ് പഠിക്കാൻ ന്യായം പറയുന്നു പൊട്ടിച്ചോളാം ഞാൻ. നമുക്ക് നമ്മുടെ മക്കളോട് സ്നേഹവും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് എന്നും അവരൊപ്പം നിൽക്കും. എന്റെ അനുഭവമാണോ? എനിക്ക് പപ്പാടെ മോനല്ലേ പപ്പാ. സോറി പപ്പാ. നീ ആ ജോർജ് സാറിന്റെ മോനാണോ? പറ്റിപ്പോയി സാറേ. കഴിഞ്ഞ 8 മാസമായിട്ട് ഇവിടുത്തെ സ്കൂളിലും കോളേജിലൊക്കെ ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്ന മെയിൻ കണ്ണി ഇവനാ സാറേ. അവന്മാരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് കഞ്ചാവ് മാത്രമാണ്. ഇവന്റെ കയ്യിൽ നിന്ന് MDMA സ്റ്റാമ്പ് പപ്പ പറഞ്ഞ എന്നെ കൊന്നുകളയും സാറേ. സാർ പ്ലീസ് സാറേ ഒന്ന് പറ സാർ. നിന്നെ പോലുള്ളവർ ചാകുന്നത് തന്നെ നല്ലത്. നീയൊക്കെ പുറത്തു വന്നാല് നിന്നെ കൊണ്ട് ഈ സൊസൈറ്റിക്ക് ദോഷം മാത്രമേ ഉണ്ടാവൂ. നീയൊക്കെ ചത്താൽ അത്രയും ദുരിതം തീരും. സാറേ ഞാൻ ഒരു കുറ്റം ചെയ്തിട്ടില്ല സാറേ. പറ്റിപ്പോയോ സാറേ? ഞാൻ ആവർത്തിക്കുന്നില്ല സാറേ. പിന്നെ FIR പെട്ടെന്ന് റെഡിയാക്ക. റിമാൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളും വേഗം നോക്ക്. നിനക്ക് എന്ത് കാര്യത്തിനാ കാശിന് ഇത്ര ബുദ്ധിമുട്ടാ? എന്ത് കുറവാ അയാൾ വരുത്തിയിട്ടുള്ളത് ഇതുവരെ? സർ ഇന്നലെ രാത്രി മുഴുവനും ജോർജ് സാർ ഇവനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു ഇവൻ. എന്നിട്ട് നീ Papa, hands up.